ഓർമ്മച്ചപ്പിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഓർമ്മച്ചപ്പിൽ ഇക്കൊല്ലത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയക്കാരിയുമായിട്ടുള്ള മരിയ കൊറീന മച്ചാഡോ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ ചില കാര്യങ്ങളാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇവർ 1967 ഒക്ടോബർ 7 ജനിച്ചത്. പ്രതിപക്ഷ ഐക്യം വെനസ്വേലയിൽ പടുത്തുയർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ ഏകാധിപത്യ പ്രവണതകൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തെ ഒന്നടങ്കം സംഘടിപ്പിച്ചുകൊണ്ട്, സമന്വയിപ്പിച്ചുകൊണ്ട് ഏകാധിപതികൾക്കെതിരെ പോരാടുകയും സമാധാനത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഈ മരിയ കൊറീന മച്ചാഡോ അവിടുത്തെ വെനസ്വേലൻ പ്രാചീന കാലത്തെ, അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ഐതിഹ്യം എന്താണെന്ന് കൂടി സൂചിപ്പിക്കാം. വെനസ്വേലയിൽ ഒരു ഇടത്തരം പ്രഭു കുടുംബത്തിൽപ്പെട്ടതാണ്. പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് മരിയ ലൈസ. ഈ മരിയ ലൈസയെ അച്ഛൻ ഒരു പർവ്വതത്തിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അവിടെ പോയി പർവ്വതത്തിൽ കണ്ടു, അതിൻ്റെ താഴ്വരയിൽ ഉള്ള ഒരു നദിയുടെ തീരത്തിരിക്കുമ്പോൾ അനക്കോണ്ട എന്ന് പറയുന്ന ഒരു സർപ്പം വന്ന് ഈ കുട്ടിയെ വിഴുങ്ങുകയാണ്. അവൾ നിലവിളിച്ചു, പേടിച്ച് ആ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ഓടി ആ പർവ്വതത്തിൽ ധൂളിയായി ലയിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു ദേവതയുടെ പരിവേഷം കിട്ടുകയാണ്. ദേവത എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെയും ദേവതയാണ് മരിയ ലൈസ. ഈ മരിയ ലൈസയിൽ നിന്നാണ് മരിയ കൊറീന മച്ചാഡോ സങ്കല്പം വിരിയുന്നത്. അപ്പോൾ ഈ സമ്മാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ നേതാവ് സങ്കടപ്പെടുകയുണ്ടായി. അത് മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ്. ട്രംപ് പറയുന്നത്, എനിക്കാണ് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടേണ്ടത്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, ഇറാൻ ഇസ്രായേൽ യുദ്ധം, അങ്ങനെ 7 യുദ്ധങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഞാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്കാണ് ഈ നോബൽ പ്രൈസ് കിട്ടേണ്ടതെന്ന് അദ്ദേഹം ശഠിക്കുകയാണ്. പക്ഷേ നോബൽ പ്രൈസ് കിട്ടിയത് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. ഇതാണ് ഇന്ന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.